നൈനുകുട്ടി സ്കൂൾ വിട്ട് വരുമ്പോഴേക്കിനും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഭയങ്കര വിശന്ന് പറഞ്ഞിട്ടായിരിക്കും ആൾ വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് സ്റ്റഫ്ഡ് മിർച്ചി ബജ്ജിയാണ് കേട്ടോ. അതായത് നമ്മുടെ മുളക് ബജ്ജിയില്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ നാട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, സാധാ മുളക് വെച്ചിട്ട് മാത്രമായിട്ടാണ് ഉണ്ടാക്കിയത്. ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും അങ്ങനെ വെച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഇതിൽ ഇന്ന് ഫില്ലിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാറ്റർ നമ്മൾ സാധാ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കണം അതേ സെയിം ബാറ്റർ തന്നെ. പക്ഷേ ഫില്ലിങ് നമ്മൾ കുറച്ച് പൊട്ടറ്റ് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിലേക്ക് മല്ലിയിലയും സവാളയും കുറച്ച് ജീരകം, ഇഞ്ചിയും, മല്ലിപ്പൊടി വേണ്ട, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഗരം മസാല അങ്ങനെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ മുളക് നടു ഒന്ന് കീറിയെടുത്തിട്ട് അതിലത്തെ അരിയൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. കാരണം പിള്ളേരൊക്കെ കഴിക്കണതുകൊണ്ട് എരിവുണ്ടാവും. എന്നിട്ട് അതിൽ ആ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂടോടെ കഴിക്കണം. എന്നിട്ട് കുറച്ച് ഫില്ലിങ് ബാക്കി വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഉണ്ടാക്കിയിട്ട് നമ്മൾ പൊട്ടറ്റോ ബോണ്ട ഉണ്ടാക്കിയിട്ടോ. അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോഴേക്കും നൈനുകുട്ടി വന്നു കേട്ടോ. നേരെ അടുക്കളയിലേക്ക് വന്നത്. അതിന് വിശന്നട്ട വന്നത്. എപ്പോൾ വരികയാണെങ്കിലും നേരെ അടുക്കളയിൽ വന്നിട്ട് എന്താ അമ്മ കഴിക്കാൻ ചോദിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളാണോ തിന്നണേന്നും. അത് ഞാൻ ഉണ്ടാക്കി ടേസ്റ്റ് നോക്കണ്ടേ, ഉപ്പും മുളകും ഉണ്ടോ എന്നൊക്കെ അന്ന് അറിയണ്ടേ. അതിനല്ലേ ഞാൻ തിന്ന് നോക്കണത്. എന്താ നിങ്ങളിങ്ങനെ പറയണത്. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ.